എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ തന്നെ ആ ദിവസം നമുക്ക് നല്ല ഊർജ്ജം കിട്ടും അല്ലേ. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. റാഗി വെച്ചുള്ള റെസിപ്പിയാണേ. ചിലർക്കൊന്നും റാഗി ഇഷ്ടമല്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റാഗി പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. ഇനി തീ ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്ത് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റുമാണേ. റാഗിപ്പൊടിയുടെ ഒരു കുത്തലും ഇല്ലാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യണേ. ഇത്രയും മാത്രം മതി. എന്നിട്ട് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച 1 കപ്പ് പച്ചരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മാത്രമാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങയുടെ വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അരച്ചെടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ചേർക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പച്ചരിയുടെ മാവിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതായി യോജിപ്പിച്ച് ഒരു 6-7 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കണ്ടോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്ന് അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ ഉപ്പുണ്ടോ നോക്കണം. അതുപോലെ കുറുകിയിരിക്കുവാണെങ്കിൽ കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ഇതിൽ ആ കുഴിയുടെ 1/2 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാലപ്പത്തിന് ചുറ്റിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു പാലപ്പമൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോഴേ അവർ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം തന്നെ ഇങ്ങനെ തയ്യാറാക്കി എടുത്താലേ. ഇനി ഞാൻ സാധാരണ രീതിയിലുള്ള പാലപ്പവും കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. റാഗിപ്പൊടിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പം തന്നെയാണ്. ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും. നമ്മൾ ഏത് കപ്പിനാണോ പച്ചരി എടുക്കുന്നത് ആ സെയിം കപ്പിന് റാഗിപ്പൊടിയും തേങ്ങയും എല്ലാം എടുക്കാൻ ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ റാഗിപ്പൊടി ഒന്ന് കുറുക്കി എടുക്കുമ്പോൾ 1 കപ്പിന് 2.5 കപ്പ് വെള്ളം വെച്ച് ചേർത്ത് കൊടുത്ത് വേണം യോജിപ്പിച്ചെടുക്കാൻ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.